അഡ്വക്കേറ്റ് ടി എസ് സുല്ലാസ് ബാബു, ഞാൻ നേരത്തെ ഉന്നയിച്ചതുപോലെ 2014 എങ്കിലും അതിനു മുമ്പും ബി ജെ പി ഇതേ വിഷയം ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ബി ജെ പിക്ക് ആധികാരികമായി രാജ്യം കേവല ഭൂരിപക്ഷം നൽകിയിട്ടുള്ളത് 2014 മുതലാണല്ലോ. ഉന്നയിക്കുന്നത് കുടുംബാധിപത്യത്തെക്കുറിച്ചാണ്. കോൺഗ്രസ് പാർട്ടിയെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെയും കുടുംബാധിപത്യമാണ് എന്നും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ വിഷയം കുടുംബാധിപത്യം മാത്രമല്ല, ആ കുടുംബാധിപത്യത്തിലൂടെ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിലെ മൂന്നാം തലമുറ അധികാര സ്ഥാനം ഉപയോഗിച്ച് സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ട്, ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ സ്കീമുകൾ ബി ജെ പി തുടരെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു അഭിമാനമുണ്ടല്ലോ, അവരുടെ ഒരു അന്തസ്സുണ്ടല്ലോ, അതിനെ ഹനിക്കുന്ന വിധത്തിലാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ: എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന നിങ്ങളുടെ മുഖ്യ പ്രചാരകനായ പ്രധാനമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞതിന് ശേഷം നികേഷ് കുമാർ പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാം. നികേഷ് കുമാർ, ഒരു വിഷയം ഒരു സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു വിഷയം, ഒരിക്കലും നടക്കാൻ പാടാത്തൊരു കാര്യം. ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ കേസെടുക്കേണ്ടതും അതിൽ FIR ഇടേണ്ടതും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതും ആ വ്യക്തി ആ നാട്ടിൽ നിന്ന് പോകാതിരിക്കാനുള്ള സകലവിധ തരത്തിലുള്ള ബ്ലോക്കുകൾ ചെയ്യപ്പെടേണ്ടതും ആ സർക്കാരാണ്. ആ സർക്കാരിന് അതിൽ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് നികേഷ് കുമാറിന് അതറിയാത്തതല്ല, സ്വാഭാവികമായിട്ട് ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ചില വ്യക്തികൾ അമിത്ഷാജിയാണ് കൈപിടിച്ചുകൊണ്ടുപോകുന്നതൊക്കെ പറയുന്ന ആ പ്രവൃത്തി 100% ശരിയല്ല. അദ്ദേഹത്തിന്റെ ഭാഗം പറയട്ടെ ഡോക്ടർ ഷമാ മുഹമ്മദ്, എന്നിട്ട് ഞാൻ അവസരം എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഐ ബി ഉണ്ടല്ലോ, അത് ആരാ കീഴിലാന്ന്? അമിത്ഷാ എന്തുകൊണ്ട് 2023 ഇത് എടുത്തില്ല? അവർക്ക് അറിയാലോ, ഇത് കുറെ കാര്യങ്ങൾ അറിയുന്നല്ലേ. നിർത്തനു അവർ നിങ്ങൾക്ക് പറയാം, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് അദ്ദേഹത്തിനെ വിടാൻ പാടില്ല എന്ന് അമിത്ഷാന് ആയിക്കോട്ടെ. അതാണ് ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ വാദം. ഇനി ഉല്ലാസ് ബാബു പറയട്ടെ. ബി ജെ പിയുടെ കാര്യമാണല്ലോ അവർ പറയുന്നത്. അവർ പൊളിറ്റിക്കലായിട്ടാണ് കാര്യങ്ങൾ പറയുക, അതല്ലാതെ വസ്തുതാപരമായിട്ടാകണമെന്നില്ല. സ്വാഭാവികമായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഷമാ മുഹമ്മദ്, നമ്മൾ തമ്മിലുള്ള തർക്കം പൂർത്തിയായതാണ്. അക്കാര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം FIR ഇടാനുള്ള അവസരമുണ്ടായിരുന്നു, FIR ഇട്ടിട്ടില്ല. അതെ, ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അതിലൊരു FIR ഇടുമെങ്കിൽ നമുക്ക് കാണാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ബി ജെ പി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയില്ലോ എന്ന്. ഉല്ലാസ് ബാബു തുടർന്നോളൂ. നികേഷ് കുമാർ, ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ ആരുടെയും സമയത്തിൽ ഇടപെടുന്ന ഒരു ക്യാരക്ടറല്ല, ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ സമയം ഒന്ന് പറഞ്ഞ് പൂർത്തിയായിക്കോട്ടെ. തെരഞ്ഞെടുപ്പിന് മുമ്പേ വന്നിട്ടുള്ള വിഷയമായതുകൊണ്ട് നിരവധി അവസരങ്ങൾ സർക്കാരിന് കർണാടക സർക്കാരിന് ഉണ്ടായിട്ട് പോലും ആ സർക്കാർ അതിൽ മൗനം കാണിച്ചത് എന്തിനായി എന്നുള്ളത് കൃത്യമായ ചോദ്യമുണ്ട്. ഒരു സംശയമുണ്ട്, ഇതിന് രാഷ്ട്രീയമല്ല ഇതിനകത്ത്. ഒരു വ്യക്തി എന്ന് പറയപ്പെടുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് അയാളെ ചൂഴ്ന്നെടുത്ത് പരിശോധിക്കാൻ നമുക്ക് സാധിക്കില്ല. ഷേക്സ്പിയറിൻ്റെ കാര്യത്തിൽ ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേയിൽ പറയുന്നത് പോലെ, മാൻ ആൻഡ് കാറ്റ് എന്ന് പറഞ്ഞ പ്ലേയിൽ പറയുന്ന പോലെ, പൂച്ചയ്ക്ക് കണ്ണ് രാത്രിയുള്ളത് കൊണ്ട് പല കാര്യങ്ങളും പൂച്ചയ്ക്കറിയാം. സ്വാഭാവികമായിട്ട് നമ്മളൊന്നും പൂച്ചകളല്ലാത്തത് കൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഈ 100% ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇയാൾ ഈ വേൾഡിൻ്റെ ഏത് അറ്റത്തുണ്ടെങ്കിലും ഒരു സംശയം വേണ്ട, അയാളെ തിരിച്ചു കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ എല്ലാ അധികാരവർഗത്തിനുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട്, എല്ലാ സംവിധാനത്തിനുമുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചോട്ടെ. 2019 ഇയാൾ മത്സരിക്കുന്ന സമയത്ത് ഇയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു? ആ രാഷ്ട്രീയ പാർട്ടി ഏത് സംഘടനയുടെ കൂടെയായിരുന്നു? അതിനുശേഷം ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഘടകകക്ഷികളായി മാറിയതും മറിഞ്ഞതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. BJPയുടെ യാതൊരുവിധ തരത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ വിഷയത്തിലില്ല. BJPക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? BJP അധികാരത്തിൽ 3ാം തവണ വരുന്ന സമയത്ത് ആ സമയത്തും കർണാടക സർക്കാർ ഈ അവലംബം കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിവെച്ച് തെറ്റ് ചെയ്തവരെ കൃത്യമായി കൊണ്ടുവന്ന് അത് നടപടിയെടുക്കാവുന്ന കാര്യത്തിൽ BJP 100% മുന്നിലുണ്ടാവും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു കാര്യം നിങ്ങൾ നികേഷ് കുമാർ ചോദിച്ച പോലെ, എന്തുകൊണ്ടാണ് ഒരു നാടിനകത്ത് ഒരു ഘടകകക്ഷികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? നമുക്ക് ഒരു സർക്കാർ രണ്ടാം ഘട്ടത്തിലെ ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ ഷമാ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചതുപോലെ മണിപ്പൂരിൽ പ്രധാനമന്ത്രി ഇപ്പോഴും മൗനത്തിലല്ലേ? നിങ്ങൾ പറയുന്നു അത് വർഗീയ കലാപമല്ല, വംശീയ കലാപമാണോ എന്ന്. വംശീയ കലാപം ഉള്ളിടത്ത് പ്രധാനമന്ത്രി പോകാറില്ലേ? കേൾക്കൂ, അതെ കേൾക്കൂ. ഒന്നത്. രണ്ട്, ബ്രിജ്ഭൂഷന്റെ കാര്യത്തിനകത്ത് ഈ രാജ്യമെങ്ങും പ്രക്ഷോഭം നടന്നല്ലോ. ഒരു 5 ലോക്സഭാ മണ്ഡലത്തിൽ ബ്രിജ്ഭൂഷൺ പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് ബ്രിജ്ഭൂഷണെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതാ വരുന്നു പ്രജ്വൽ,
ഈ ലോകം കണ്ടിട്ടില്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ വാർത്താ മാധ്യമ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള എണ്ണം ലൈംഗികാതിക്രമാണ് നമ്മുടെ ഈ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക ഒരു MP-യുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അവിടെയും പ്രധാനമന്ത്രി മൗനം. ഇതിന് രാഷ്ട്രീയമായ ഉത്തരമാണ് വേണ്ടത്. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു. നോക്കൂ നികേഷ് കുമാർ, ഞങ്ങൾ BJPയുടെ ആരെങ്കിലും BJPയുടെ രാഷ്ട്രീയ സംവിധാനത്തിൽപ്പെട്ട ചെറിയത് മുതൽ വലിയ നേതാക്കന്മാരടങ്ങുന്ന ആരെങ്കിലും ഈ വൃത്തിഹീനമായിട്ടുള്ളൊരു പ്രവൃത്തി നടന്ന കാര്യത്തിനെ ഏതെങ്കിലും തരത്തിൽ യോജിച്ചതായിട്ടോ സപ്പോർട്ട് ചെയ്തതായിട്ടോ നികേഷ് കുമാറിനെ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനയുടെ ഒരു ദേശീയ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഘടക കക്ഷി, ആ ഘടക കക്ഷി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മുൻകാല പ്രവർത്തനങ്ങളും നിലവിലും അടക്കമുള്ള പ്രവർത്തികൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് എങ്കിൽ പോലും ആവർത്തിക്കുകയാണെന്ന് എനിക്കറിയാം. ജി ദേവരാജ ഗൗഡ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥിയാണ്. സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്രയ്ക്ക് 2023 ഡിസംബറിൽ, ഇതിപ്പോൾ 2024 മെയ് മാസത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ, 2023 ഡിസംബറിൽ തന്നെ കത്തയച്ചിരിക്കുന്നു. ഈ കത്ത് ഇപ്പോൾ X പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അയാൾ പറഞ്ഞത് എന്താണ്? നമുക്ക് ഈ JDSനെ കൊണ്ടുവന്നാൽ പ്രശ്നമാണ്, ഈ പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രശ്നമാണ്, അതൊരു ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ 2023 ഡിസംബറിലുണ്ട്. അതിനുശേഷമല്ലേ പ്രധാനമന്ത്രി ഈ പ്രജ്വലിന് വേണ്ടി പ്രചരണം നടത്തിയത്? നോക്കൂ നികേഷ്, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി, ആ മുന്നണി സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിനകത്ത് ആ മുന്നണിയെ എടുക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. ആ സ്വാഭാവികമായിട്ട് ഒരു ഘടകത്തിനെ നമ്മുടെയുമായി ചേർത്ത് ആ ഘടകത്തുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് വിവിധ കാര്യങ്ങളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നിട്ടുണ്ടാകാം. ഇതുപോലെയുള്ളൊരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയെയും BJP അംഗീകരിച്ചിട്ടില്ല, അനുകൂലിച്ചിട്ടില്ല, ഇനിയിപ്പം നാളെയും അനുകൂലിക്കാൻ പോകുന്നില്ല. ഇത് BJPയുടെ ഇടത്തിലേക്ക് ഇട്ടുകൊണ്ട് അങ്ങോട്ട് വണ്ടി തട്ടിക്കൊണ്ട് ഇത് BJPയുടെ കുറ്റമാണ്, BJPയുടെ ധാർമ്മിക പ്രശ്നമാണ് എന്ന് പറയപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന്. അത് ആ ഘടക കക്ഷി, ഒരു ചെറിയ ഘടക കക്ഷി, ആ ഘടക കക്ഷി ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുന്നു ഇയാളെ പുറത്താക്കാൻ, ഇയാളുടെ അച്ഛനെതിരെയും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇവരുടെ കോൺഗ്രസ് സർക്കാർ അവിടെ SIT രൂപീകരിച്ചിരിക്കുന്നു, ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇയാളെ തിരിച്ചു കൊണ്ടുവരണമെന്നേ, തിരിച്ചു കൊണ്ടുവന്ന് ഇയാൾ ചെയ്ത തെറ്റിന് പരിപൂർണമായിട്ട് സമൂഹത്തിനകത്ത് കിട്ടാവുന്നതിന്റെ പരിപൂർണമായി ശിക്ഷ മേടിച്ചു കൊണ്ട് അയാൾ അകത്തേക്ക് ഇടണമെന്നേ. അതിലെന്താ സംശയമുള്ളത്? ആ പാർട്ടിക്ക് പോലും സംശയമില്ലല്ലോ, ജനതാദളിന് പോലും സംശയമില്ല, വ്യക്തമായിട്ട് പറഞ്ഞു. അത് വേറൊരു ഘട്ടം മാത്രമാണ്. ഇങ്ങനെ നിങ്ങളുടെ സംസ്ഥാന നേതാവ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയ്ക്കും നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെയും ഈ കാര്യം അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുമ്പോൾ ശരി, ഇനി JDSനെ മുന്നണിയിൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഉപാധി വെക്കാമായിരുന്നു, പ്രജ്വലിനെ, രേവണ്ണയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉപാധി വെച്ചില്ല? ഇനി അങ്ങനെ ഒരു ഉപാധി വെച്ചു, അവർ അംഗീകരിക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നുകൂടെ? സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അമിത്ഷാ ഒരു BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ പ്രജ്വലിന് ആ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചു? നോക്കൂ, നിങ്ങൾ ഈ പന്ത് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് അടിച്ചിട്ട് കാര്യമില്ല. ഇതിൽ നരേന്ദ്രമോദിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വമോ BJP പാർട്ടിക്കോ ഇല്ല. നികേഷ് കുമാറിന് എത്ര കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത്, അങ്ങേക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. നോക്കൂ, ഇതിനകത്ത് ഒരു ഘടക കക്ഷി, കൃത്യമായിട്ട് പറയാലോ, BJP അല്ലല്ലോ ഇത്. ഒരു ഘടക കക്ഷി എടുക്കുമ്പോൾ അങ്ങ് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഒരു ഘടക കക്ഷിയെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ അവിടെ എന്തൊക്കെ ചർച്ചകൾ നടന്നു, ഏതൊക്കെ ചർച്ചകൾ നടന്നു എന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് അറിയില്ല. കേരള ഘടകത്തിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് അതിനകത്ത് അറിയില്ല. രണ്ട്, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, ഈ ഘടക കക്ഷിയുടെ എന്നല്ല, ഏതൊരു വ്യക്തിയും ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് അല്ലെങ്കിൽ പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ BJP അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. BJP പരിപൂർണമായിട്ട് അതിനെ 100% എതിർക്കുന്ന വിഭാഗത്തിനോടൊപ്പം തന്നെയാണ്. മാത്രമല്ല അതിന് മാക്സിമം ശിക്ഷ കൊടുക്കുന്നതിലും BJP ഒപ്പത്തിലുണ്ടാവും. രണ്ട്, നരേന്ദ്രമോദി